വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഈവനിങ് റുട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുളിച്ച് റെഡിയായി വന്നതിന് ശേഷം നമ്മളുടെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ മിനിമലാണ്. ജസ്റ്റ് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ലിപ് ബാമും ഇട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു 6:30-6:45 ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും കേട്ടോ. പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മളുടെ ദൈവങ്ങളാണ്. അപ്പോൾ ആ ദൈവങ്ങളെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും ചെയ്യാറ്. ഞാൻ ഹനുമാൻ ചാലിസയാണ് കേട്ടോ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു റുട്ടീനാണ് ഹനുമാൻ ചാലിസ വായിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ കേൾക്കാം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. രഘുവര വിമലയശ जोदायक बलजारी बुद्धिहीन तनु जानिगे सुमिरौ पवन कुमार. ഞാനിത് വീഡിയോസ് വെച്ചിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് യൂട്യൂബിൽ. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഒരു ബുക്ക് വാങ്ങിച്ചു, അമ്മ വാങ്ങിച്ചു തന്നതാണ്. അത് വെച്ചിട്ടാണ് പിന്നെ വായിക്കാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാൻ നമുക്കിന്ന് ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചോറ്, പരിപ്പ് കറി, മഷ്റൂം റോസ്റ്റ് ഉണ്ടായിരുന്നു. ആ മഷ്റൂം മസാലേൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മഷ്റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കഴിച്ചു. ചോറ് കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് വീട്ടിലെ ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നേരത്തെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഫുഡ് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ബോറായിട്ട് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അമ്മ എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, എൻ്റെ കൂടെ ആകുമ്പോൾ കുറച്ചുകൂടി ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പട്ടിയുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് കുറച്ച് നേരം നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു വന്നതൊക്കെ. കുറച്ചധികം നേരം നടന്നു, ഒരു 10-20 മിനിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അമ്മയും ഞാനും കൂടി. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈവനിങ് ഒരു നല്ലൊരു വാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മൈൻഡ് കുറച്ചുകൂടി പീസ്ഫുൾ ആവും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രഷ് ചെയ്യാതെ കിടക്കാറില്ല കേട്ടോ. എനിക്ക് ബ്രഷ് ചെയ്യാതിരിക്കാൻ പറ്റത്തേയില്ല. മാൻഡേറ്ററി ആണ് എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുക, ടങ് ക്ലീൻ ചെയ്തിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വരുമെന്നാണ് എൻ്റെ ഒരു തോട്ട്. പണ്ട് തൊട്ടിട്ടേ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ആയതുകൊണ്ടിട്ടായിരിക്കാം. പിന്നെ വന്നതിന് ശേഷം ചിലപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്യും, ചിലപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്യാറില്ല. കാരണം ഓൾറെഡി സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ റുട്ടീനെല്ലാം ഭയങ്കര മിനിമലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതെനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ഓൾറെഡി കഴുത്ത് ഉളുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കണം കുറച്ച് കഴിഞ്ഞതിന് ശേഷം. പഠിക്കാനുള്ളതെല്ലാം പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അമ്മ എനിക്ക് പാലും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. മീൻസ് മരുന്ന് കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പഠിച്ച് കുറച്ച് നേരം പഠിച്ചതിന് ശേഷം എനിക്കൊരു ബുക്ക് വായിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ ബുക്ക് വായിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, എവരിഡേ ആയുർവേദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ആ ബുക്കിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് സ്വാത്തിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതുപോലെ ആയുർവേദ റിച്വൽസ് ഒക്കെയാണ് അതിനകത്ത് കൂടുതലും പറയുന്നത്. കുറേയൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഹാബിറ്റായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഭയങ്കര എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിമാണ് കേട്ടോ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ഞാൻ എൻ്റെ പാറുവിനെ വിളിച്ചു, പാറിനോട് സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മരുന്ന് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ കഴുത്തുളക്കേൻ്റെ. അപ്പോൾ ആ മരുന്ന് കഴിച്ചു. എല്ലാ ദിവസവും ഈ മരുന്നൊന്നും കഴിക്കാനുണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ വയ്യാതിരിക്കുന്നതുകൊണ്ട് മാത്രം കഴിക്കുന്നതാണ്. ഒരു വർഷം ഫുള്ള് പെയിനായിരുന്നു കേട്ടോ. 2-3 ദിവസം ഞങ്ങൾ നല്ല രീതിയിൽ പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് എഴുന്നേറ്റത് തന്നെ. അതിനുശേഷം എൻ്റെ ഹെയർ എല്ലാം ഡീടാങ്കിൾ ചെയ്ത് കെട്ടിവെച്ചു. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ് കാലിലും കയ്യിലും മോയ്സ്ചറൈസർ ഇടുക. ഇതെൻ്റെ ബ്രദർ കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. നല്ല മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് കൈയും കാലും ഡ്രൈ ആവുന്നതൊക്കെ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അമ്മയായിട്ടിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് മെല്ലെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കിടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വെള്ളവും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടാവും. അതെല്ലാം സൈഡിൽ കാണും. കൂട്ടത്തിൽ അമ്മയുടെ സംസാരിക്കാനുള്ളൊരു സമയം കൂടിയാണ് ഇതൊക്കെ. കാല് മസാജ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഉറങ്ങാനായിട്ട് വരും. അതുപോലെ തന്നെ പാല് കുടിക്കുന്നത്, ഞാൻ നേരത്തെ പാലിൽ മഞ്ഞളൊക്കെ ഇട്ടിട്ടാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ആ സ്മെല്ലും കാര്യങ്ങളൊന്നും കിട്ടത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഞാൻ എല്ലാം കഴിക്കും. ഇപ്പോൾ അമ്മയുടെ കൂടെ കുറച്ച് നേരമൊക്കെ കിടന്നു.
കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാനും അമ്മയും കൂടി കിടന്നുറങ്ങി. ഇത്രയാണ് എൻ്റെ ഒരു ഈവനിങ് നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.